നമസ്തേ, രഞ്ജിനി വിനോദ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൃശൂർ നഗരത്തിന്റെ മുഖമുദ്രയായ 108 ശിവാലയങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ള ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ഏറെ പ്രിയപ്പെട്ട ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്താണ്. ഭഗവാന്റെ തിരുമുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ക്ഷേത്രത്തിന്റെ കുറിച്ച് നമ്മൾ വിസ്തരിച്ച് 2 വ്ലോഗുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ഷേത്രത്തിന്റെ ദർശനക്രമത്തെക്കുറിച്ചും മറ്റേത് ഐതിഹ്യ പെരുമയെക്കുറിച്ചും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വടക്കുംനാഥ ക്ഷേത്രവുമായി അഭേദ്യമായി ബന്ധമുള്ള അതിപുരാതനമായ മറ്റൊരു ശിവക്ഷേത്രത്തെ കുറിച്ചാണ്. 108 ശിവാലയങ്ങളിലൊന്നായ കോട്ടപ്പുറം ശിവക്ഷേത്രം. ഇവിടെ നിന്നും വളരെ അടുത്തായിട്ട് ഏകദേശം 1 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടപ്പുറം ശിവക്ഷേത്രവും ഈ വടക്കുംനാഥ ക്ഷേത്രവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വടക്കുംനാഥൻ തന്നെയാണ് കോട്ടപ്പുറം ശിവക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. ആ ഒരു കഥ അതീവ ഭക്തി സാന്ദ്രമാണ്. എങ്ങനെയാണ് വടക്കുംനാഥൻ അങ്ങോട്ട് എത്തിച്ചേർന്നത് എന്നൊക്കെയുള്ള ആ കഥ നമുക്ക് പറഞ്ഞു തുടങ്ങണം. അതിനായി നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് എത്തണം. അവിടുത്തെ ആ വിശേഷങ്ങൾ കൈലാസനാഥന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. തൃശൂർ നഗരമധ്യത്തിൽ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയായി കോട്ടപ്പുറം എന്ന സ്ഥലത്ത് കോട്ടപ്പുറം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടധികം കാലമായിട്ടില്ല എന്ന് പ്രഥമ ദർശനത്തിൽ തന്നെ സ്പഷ്ടമാണ്. ശ്രീ വടക്കുംനാഥ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം കാരണം പൗരാണിക കേരളത്തിൽ ഒത്തിരി പ്രാധാന്യം ഈ മഹാദേവ ക്ഷേത്രത്തിനും ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോൾ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. വളരെ പണ്ട് വൃദ്ധയും ശിവഭക്തയുമായിരുന്ന ഒരു അന്തർജനം എന്നും രാവിലെ വടക്കുംനാഥനെ ദർശിക്കുവാൻ പോയിക്കൊണ്ടിരുന്നു. ഭഗവാനെ തൊഴുത് ഭഗവാന്റെ ആ തീർത്ഥം സേവിച്ചതിനു ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. പ്രായാധിക്യം കാരണം പലവിധ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ ദർശിക്കുന്ന പതിവ് അവർ മുടക്കിയതേയില്ല. ഒരു ദിവസം രാവിലെ പലവിധ ക്ലേശങ്ങൾ കാരണം ക്ഷീണം കുറച്ച് കൂടുതൽ തോന്നിയെങ്കിലും അവർ പതിവ് പോലെ ശ്രീ വടക്കുംനാഥന്റെ തിരുമുമ്പിലെത്തി ഭഗവാനെ ഇങ്ങനെ കൺകുളിർക്കെ കണ്ടു. തിരിച്ചു വരും നേരം ഇനി നാളെ തനിക്ക് തൻ്റെ ഭഗവാനെ കാണാൻ പോകാൻ പറ്റുമോ എന്ന് അവർക്കിങ്ങനെ ആദി തോന്നി. എല്ലാ വിഷമവും ഭഗവത് സമക്ഷം തന്നെ സമർപ്പിച്ച് അവർ ഇല്ലത്തേക്ക് തിരിച്ചെത്തി തൻ്റെ ആ ഓലക്കുടയുണ്ടല്ലോ അത് നടുമുറ്റത്ത് കൊണ്ടുവച്ചു. പിറ്റേന്ന് പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോകുവാനായി നടുമുറ്റത്ത് ചെന്ന് കുട എടുക്കുവാൻ നേരം ആ കുട ഇങ്ങനെ ദിവ്യപ്രകാശത്താൽ വെട്ടിത്തിളങ്ങുന്നതായിട്ടാണ് അവർ കാണുന്നത്. മാത്രവുമല്ല കുട അവിടെ ഇങ്ങനെ പോയിരിക്കുന്നു എന്നും അന്തർജനത്തിന് മനസ്സിലാകുന്നു. അവർ അത്ഭുതത്തോടും പരമാനന്ദത്തോടും കൂടി പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുടയ്ക്ക് സമീപത്തായിട്ട് ഒരു സ്വയംഭൂ ശിവലിംഗം ഇങ്ങനെ ആവിർഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഭഗവാനെ വടക്കുംനാഥ, അവിടുന്ന് കുടപ്പുറത്ത് എഴുന്നള്ളി ഇങ്ങോട്ട് എത്തിച്ചേർന്നുവല്ലേ എന്ന് ഇങ്ങനെ ആനന്ദാശ്രുക്കളോടുകൂടി ആ ഭക്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ തൻ്റെ ആ പ്രിയപ്പെട്ട ഭക്തയ്ക്കായി സ്വയംഭൂ ശിലയിൽ വടക്കുംനാഥൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ക്ഷേത്ര ഐതിഹ്യം പറയുന്നത്. ഈ ഐതിഹ്യത്തെ സാധൂകരിക്കുമാറ് തറനിരപ്പിൽ നിന്നും താഴെയായിട്ട് ഒരു ചെറിയ പീഠത്തിലാണ് ഇവിടെ ശിവലിംഗം ഇപ്പോഴും പ്രതിഷ്ഠിതമായിരിക്കുന്നത്. സ്വതവേ ശിവലിംഗ പ്രതിഷ്ഠകൾ എപ്പോഴും വളരെ ഉയരത്തിലാണല്ലോ കാണാറുള്ളത്. വളരെ അപൂർവമായി മാത്രമാണ് ഇങ്ങനെ തറനിരപ്പിലായിട്ടുള്ള ശിവലിംഗ പ്രതിഷ്ഠ കാണാറുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. അതീവ ദിവ്യമംഗള സ്വരൂപിയായി സച്ചിദാനന്ദ സ്വരൂപനായിട്ടാണ് ഭഗവാൻ ഇവിടെ പരിശോഭിക്കുന്നത്. പണ്ടത്തെ നടുമുറ്റത്തിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴത്തെ ശ്രീകോവിലുള്ളത്. തറനിരപ്പിൽ നിന്നും ഉയർത്തുന്നത് ഭഗവാന് ഇഷ്ടമല്ലത്രേ. നാലമ്പലത്തിന് പുറത്തുള്ള വളരെ ചെറിയ ബലിക്കല്ലും താഴ്ന്ന നിരപ്പിൽ തന്നെയാണുള്ളത്. പുറത്തു കാണുന്ന ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠ ആർക്കു വേണ്ടിയാണോ ഭഗവാൻ ഇങ്ങോട്ട് എത്തിച്ചേർന്നത് ആ പരമഭക്തയായ അന്തർജനത്തിൻ്റെതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ചതുര ശ്രീകോവിലിലാണ് ഭക്തവത്സലനായ കോട്ടപ്പുറം മഹാദേവൻ
കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നത്. മുമ്പിൽ ചെറിയ നമസ്കാര മണ്ഡപവും അതിനുള്ളിൽ ചെറിയ ഒരു നന്ദികേശ്വരനുമുണ്ട്. നാലമ്പലത്തിനകത്ത് ഗണപതി ഭഗവാനും പുറത്ത് സ്വതന്ത്ര ശ്രീകോവിലിൽ അയ്യപ്പസ്വാമിയും കുടികൊള്ളുന്നുണ്ട്. നാഗരാജാവ്, നാഗയക്ഷി, നാഗദേവതകൾ, ദമ്പതിരക്ഷസ്, ബ്രഹ്മരക്ഷസ് എന്നീ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. ഇവിടെ വാഴുന്ന മഹാദേവനെ ദർശനം നടത്തിയാൽ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴുത ഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ചുറ്റമ്പലത്തിൻ്റെ ചുമർ ദേവീദേവന്മാരുടെ ചിത്രങ്ങളാൽ സമ്പന്നമാണ്, മനോഹരമാണ്. അതീവ വൃത്തിയായും ഭംഗിയായും ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ധാര, പിൻവിളക്ക്, അർച്ചനകൾ, നിവേദ്യങ്ങൾ എന്നു തുടങ്ങിയ ഒത്തിരി വഴിപാടുകൾ ഇവിടെയുണ്ട്. അയ്യപ്പസ്വാമി, ഗണപതി ഭഗവാൻ, നാഗങ്ങൾ എന്നീ ഉപദേവതമാർക്കും പ്രത്യേകം വഴിപാടുകൾ ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. അയ്യപ്പസ്വാമിക്ക് ഏറെ പ്രാധാന്യമുള്ളതിനാൽ മകരവിളക്ക് അതീവ വിപുലമായി ആഘോഷിക്കുന്നു. വിഷുവേല, നവരാത്രി, ശിവരാത്രി, മണ്ഡലകാലം, കർക്കിടക മാസാചരണം എന്നിങ്ങനെ ഒത്തിരി ആണ്ടുവിശേഷങ്ങളും ഇവിടെയുണ്ട്. ശ്രീ വടക്കുംനാഥൻ പ്രിയപ്പെട്ട ഭക്തയ്ക്ക് വേണ്ടി കുടപ്പുറത്തെഴുന്നള്ളി എത്തിച്ചേർന്ന് പരിശോഭിക്കുന്ന ഈ പുണ്യഭൂമി മുഴുവനും ശാശ്വതമായ ആനന്ദവും ശാന്തിയും നിറച്ചു വച്ചിരിക്കുന്നു. ഭക്തിയുടെ മഹാത്മ്യത്തെ ഉച്ചൈസ്തരം ഘോഷിക്കുന്ന ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച വാക്കുകൾ ഭക്തവത്സലനായ ക്ഷിപ്രപ്രസാദിയായ കൈലാസനാഥൻ്റെ ഏറെ പ്രിയപ്പെട്ട പൊന്നുതൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. ഭാനുപ്രിയായ ഭവസാഗരതാരണായ കാലാന്തകായ കമലാസന പൂജിതായ നേത്രത്രയായ ശുഭലക്ഷണലക്ഷിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഓം നമഃ ശിവായ.